Welcome all. Today's topic is orthographic views. We will be discussing the second question in this topic. The pictorial view of an object is shown in the figure. Draw its front view in the direction of x, the top view, and the side view. The side view in this case is the right side view. Okay. And here you can see the direction of front view, which is represented as x. So the observer moves to the right and taking the side view. Okay. So this is the right side direction. So in this case, we have to draw the front view, the top view, and the right side view. Okay. And let's solve the problem. First, we should find the overall dimensions of this object. See, in the front direction, you can see the length, that is 98 mm, and width is 42 mm. Then the height, the overall height of the object. Okay, and it has a base and a vertical wall. So the base has a thickness of 20 mm. Okay, and the vertical wall has two dimensions. Okay, so the central hole is 21 from the base, and above that there is a semicircular portion. Okay, and that semicircle has a radius of 21 mm. So together 21 plus 21, 42 mm above the base, or the overall dimension, overall height is 62 mm. Okay, so we get the overall dimensions. And now നമുക്ക് അതിൻ്റെ ഒരു ലേ ഔട്ട് വരയ്ക്കാം. ഓക്കെ, ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് എബവ് ദി എക്സ് വൈ ലൈൻ ആണ്, ആൻഡ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ബിലോ ദി എക്സ് വൈ ലൈൻ ആണ്. വി ആർ ഫോളോയിങ് ദി ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ. ആൻഡ് ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റിലായിട്ടായിരിക്കും എന്ത് വരുന്നത്, ദി റൈറ്റ് സൈഡ് വ്യൂ. ഓക്കെ, സോ ഫ്രണ്ട് വ്യൂ എബവ് ദി എക്സ് വൈ ലൈൻ, ടോപ്പ് വ്യൂ ബിലോ ദി എക്സ് വൈ ലൈൻ, ആൻഡ് റൈറ്റ് സൈഡ് വ്യൂ ഈസ് ആക്ച്വലി ടു ദ ലെഫ്റ്റ് ഓഫ് ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഞാൻ ആദ്യം വരയ്ക്കുന്നത് ടോപ്പ് വ്യൂ ആണ് ആദ്യം വരയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഫ്രണ്ട് വ്യൂ അല്ല, ടോപ്പ് വ്യൂ ആണ് ആദ്യം വരയ്ക്കുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ ഏതൊക്കെ സർഫസസ് ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളതെന്ന് ആദ്യം ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പ് വ്യൂവിൽ വിസിബിൾ ആയിട്ടുള്ള സർഫസസ്, ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ലെങ്തും വിഡ്ത്തും ആണ് അല്ലേ. അപ്പോൾ അത് റെക്റ്റാങ്കിൾ ആയിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആ ഒരു റെക്റ്റാങ്കിൾ ആദ്യമേ അങ്ങ് വരയ്ക്കുകയാണ്. ഡയമെൻഷൻസ് എന്ന് പറയുന്നത് 98 mm ലെങ്തും ആൻഡ് 42 mm വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കിളാണ് ടോപ്പ് വ്യൂ എടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്ന ബൗണ്ടറി. ഓക്കെ, ദെൻ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് രണ്ട് ഹോൾസ് അല്ലേ, രണ്ട് ഹോൾസ് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് രണ്ട് ഹോൾസ് ഞാനിവിടെ ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഇത്തരത്തിൽ 12 mm ആണ് അതിൻ്റെ ഡയമീറ്റർ, രണ്ട് ഹോൾസ് ഉണ്ട്. അപ്പോൾ ആ ഹോൾസ് കൃത്യമായിട്ട് ഇതിൻ്റെ സെൻട്രലാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം നമ്മുടെ റെക്റ്റാങ്കിളിന് ഒരു സെൻട്രൽ ലൈൻ കൊടുക്കുകയാണ്, ഒരു ഹൊറിസോണ്ടൽ സെൻട്രൽ ലൈൻ കൊടുക്കുക. ദെൻ നമ്മുടെ ഓബ്ജക്റ്റ് നോക്കിയാൽ മനസ്സിലായി അത് സിമെട്രിക് ഓബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു വെർട്ടിക്കൽ ആക്സിസ് കൂടി അവിടെ കൊടുക്കുകയാണ്, വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ കൂടി കൊടുക്കുകയാണ്. ഹൊറിസോണ്ടൽ ആക്സിസിനും വെർട്ടിക്കൽ ആക്സിസിനും അത് സിമെട്രിക് ആണ്. ഇനി ഈ സർക്കിൾ വരയ്ക്കാനായിട്ട് സർക്കിളിൻ്റെ സെൻറ്റർ എവിടെയാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ സെൻറ്റർ ലൈൻ കൊടുത്തിട്ടുണ്ട്, അതിലാണ് വരുന്നത്. ആൻഡ് 24 mm ഫ്രം ബോത്ത് എൻഡ്സ്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 24 mm എടുത്തിട്ട് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് 24 mm ആൻഡ് റൈറ്റ് എൻഡിൽ നിന്ന് 24 mm അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ സർക്കിളിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, 24 mm ആണ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമുള്ള ആ ഒരു ഡിസ്റ്റൻസ്. ദെൻ സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കുമ്പോൾ അറിയേണ്ടത് അതിൻ്റെ ഡയമീറ്റർ 12 ആണ്. സോ കോമ്പസിൽ 6 mm എടുത്തിട്ട്, ചെറിയ സർക്കിളാണ്, 6 mm എടുത്ത് ആ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക.
നമ്മളിപ്പോൾ 2 സർക്കിളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ടോപ്പ് വ്യൂവിൽ എന്താണ് വിസിബിൾ ആകുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ടോപ്പ് വ്യൂവിൽ അടുത്ത് ഞാൻ വരയ്ക്കാൻ പോകുന്നത് ആ വെർട്ടിക്കൽ വാളിൻ്റെ ടോപ്പ് വ്യൂ ആണ് എടുക്കാൻ പോകുന്നത്. വെർട്ടിക്കൽ വാൾ ടോപ്പ് വ്യൂവിൽ എടുക്കുമ്പോൾ അതെന്തായിരിക്കും? ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും, അല്ലേ? ആ റെക്റ്റാങ്കിൾ ആയിരിക്കും. റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് നമുക്കിവിടെ 42 ആണ്. തിക്നെസ് ക്വസ്റ്റ്യനിൽ നോക്കുക, അത് 14 mm ആണ് അതിൻ്റെ തിക്നെസ്. അപ്പോൾ 14 mm തിക്നെസ് ഉള്ള റെക്റ്റാങ്കിൾ മധ്യത്തായിട്ട് സെൻട്രലായിട്ട് വരയ്ക്കുക. 14 എന്ന് പറഞ്ഞാൽ 7 mm ലെഫ്റ്റിലേക്കും 7 mm റൈറ്റിലേക്കും എടുക്കുക. അത്തരത്തിൽ ആ വെർട്ടിക്കൽ വാൾ കിട്ടും. അതിനുള്ളിലൊരു ഹോള് പോകുന്നുണ്ട് 20 mm ഡയമീറ്ററിൻ്റെ. ആ ഹോളിൻ്റെ 2 എൻഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? വിസിബിൾ അല്ല, ഹിഡൻ ആണ്. എങ്കിലും അത് ഡാഷ്ഡ് ലൈൻ ഉപയോഗിച്ചിട്ട് അവിടെ കാണിക്കണം. അത് ഇൻവിസിബിൾ ആണ് എങ്കിൽ കൂടി നമ്മളിത് ഹിഡൻ എഡ്ജ് ആയിട്ട് അത് കാണിക്കണം, ഡാഷ്ഡ് ലൈനായിട്ടത് കാണിക്കണം. ഓക്കെ. സോ നടുക്കുന്ന മധ്യത്തിൽ സെൻട്രലിൽ നിന്ന് 10 mm മുകളിലേക്കും 10 mm താഴേക്കും എടുത്താൽ നമുക്ക് കൃത്യമായിട്ട് 20 mm ഡയമീറ്റർ ആയിട്ട് ആ സർക്കിളിനെ, ആ ഹോളിനെ, സർക്കുലാർ ഹോളിനെ അവിടെ കാണിക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ഡയമെൻഷൻ അവസാനം കൊടുത്താലും മതി. ഞാനിവിടെ 12 mm ഡയമീറ്റർ അവിടെ കാണിക്കുകയാണ്. ഇനി ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് എങ്ങനെ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാം? ഇപ്പോൾ ടോപ്പ് വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാ പോയിന്റ്സിൽ നിന്നും മുകളിലേക്ക് എന്ത് വരയ്ക്കുക? വെർട്ടിക്കൽ പ്രൊജക്റ്റേഴ്സ് വരയ്ക്കുക. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സർക്കിളിൽ നിന്ന് പ്രൊജക്ടർ എടുക്കുമ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആക്സിസ് ലൈനാണ്, അതായത് ചെയിൻ ലൈൻ വേണം അവിടെ കൊടുക്കാനായിട്ട്. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് പ്രൊജക്ടർ വരയ്ക്കുമ്പോൾ അത് ഫോം ലൈൻ അല്ല, അത് എന്തായിരിക്കണം? അത് ചെയിൻ ലൈനായിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ബാക്കി എല്ലാ പോയിന്റ്സിൽ നിന്നും വെർട്ടിക്കലായിട്ട് ഫോം ലൈൻ വരയ്ക്കുക. തിൻ ലൈൻസ് ആണ് പ്രൊജക്ടർ ലൈൻസ് വരയ്ക്കുക. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ചെയിൻ ലൈൻ ആയിരിക്കണം വരയ്ക്കാനുള്ളത്. ടോപ്പ് വ്യൂ ഇൻകംപ്ലീറ്റ് ആണ്. ടോപ്പ് വ്യൂവിൽ നമുക്ക് 2 എഡ്ജ് കൂടി കാണിക്കാനുണ്ട്. നമ്മുടെ ബേസിൻ്റെ അടിയിലൂടെ ഒരു റെക്റ്റാങ്കുലർ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അത് ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റില്ല, ആ 2 എഡ്ജ്. എങ്കിലും അതിൻ്റെ ടോപ്പ് വ്യൂവിൽ നമുക്കതിനെ ഡാഷ്ഡ് ലൈൻ, ഡോട്ടർ ലൈൻ ഉപയോഗിച്ചിട്ട് അത് കാണിക്കണം. അപ്പോൾ അത് 14 mm ആണ്. ലെഫ്റ്റിൽ നിന്ന് 14 mm മാറിയാണ് 2 എഡ്ജ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് 14 mm എടുക്കുക, ആൻഡ് റൈറ്റ് സൈഡിൽ നിന്ന് 14 mm എടുത്തു കഴിഞ്ഞാൽ ആ എഡ്ജ് അവിടെ വരയ്ക്കാനായിട്ട് കഴിയും. ഓർക്കുക, ആ എഡ്ജ് ഹിഡൻ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡാഷ്ഡ് ലൈൻ കൊടുത്തത്. ഇപ്പോൾ 14 mm ലെഫ്റ്റിൽ നിന്നും 14 mm റൈറ്റിൽ നിന്നുമാണ് എടുക്കേണ്ടത്. ലെഫ്റ്റിൽ നിന്ന് എടുത്ത് ആ ഫസ്റ്റ് എഡ്ജ്, then ആ സ്ലോട്ടിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജും കാണിക്കും. ഇപ്പം നമ്മുടെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ എനിക്ക് കാണാൻ പറ്റുന്നത് ഫസ്റ്റ് ആ ബേസ് ഒരു റെക്റ്റാങ്കിൾ ആണെന്ന് അസ്യൂം ചെയ്ത് ഞാൻ വരയ്ക്കുകയാണ്. ബേസിൻ്റെ ഹൈറ്റ് 20 ആണ്, അല്ലേ? എന്നാൽ അത് പെർഫെക്റ്റ് ആയിട്ട് എന്തല്ല, റെക്റ്റാങ്കിൾ അല്ല. അതിൻ്റെ അടിയിലൂടെ എന്ത് പോകുന്നുണ്ട്? സ്ലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ താഴത്തെ ആ എഡ്ജിൽ നിന്ന് പ്രൊജക്ടർ മുകളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്ലോട്ടിൻ്റെ എൻഡ് കിട്ടും. 6 mm ആണ് ആ സ്ലോട്ടിൻ്റെ ഹൈറ്റ്. അത് എടുക്കുക, 2 എൻഡിൽ നിന്ന് 6 mm മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം അതിന് കുറുകെ ഒരു ഹൊറിസോണ്ടൽ എഡ്ജ് കൊടുക്കുക. അത്തരത്തിലൊരു ഹൊറിസോണ്ടൽ എഡ്ജ് കൊടുക്കുമ്പോൾ എന്തായി? ആ ഒരു സ്ലോട്ട് അവിടെ വന്നു. അപ്പോൾ താഴത്തെ ആ ഒരു എഡ്ജ് നമുക്ക് ആവശ്യമില്ല. സ്ലോട്ട് കട്ട് ചെയ്ത് പോകുമ്പോൾ ആ എഡ്ജ് അവിടെ വരത്തില്ല. അപ്പോൾ ആ എഡ്ജ് ഇറൈസ് ചെയ്ത് മാറ്റുക. നമ്മൾ ആദ്യം അതൊരു റെക്റ്റാങ്കിൾ ആയിട്ടാണ് ആദ്യം വരച്ചത്, പക്ഷേ താഴത്തെ എഡ്ജ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ആ ബേസിൻ്റെ ഫ്രണ്ട് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ അടുത്ത് വരയ്ക്കുന്നത് ആ ഒരു വെർട്ടിക്കൽ വാളാണ്. ഓക്കെ, വെർട്ടിക്കൽ വാളിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഞാൻ അടുത്ത് വരയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വെർട്ടിക്കൽ വാളിൻ്റെ ഫ്രണ്ട് വ്യൂ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ കാണാൻ പറ്റുന്നത്? അതൊരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്.
ആ ഒരു സെൻട്രൽ വാൾ. അത് റെക്റ്റാങ്കിൾ ആയിരിക്കും. ഹൈറ്റ് ശ്രദ്ധിക്കുക, അത് ബേസിൻ്റെ മുകളിൽ നിന്ന് 21 + 21 എത്രയാണ്? 42. ബേസിൻ്റെ ടോപ്പിൽ നിന്ന് 42 mm ആണ് മുകളിലേക്ക് വരുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഹൈറ്റ്. ആൻഡ് വിഡ്ത്ത് 14 mm ആണ്. അത് നമ്മൾ പ്രൊജക്ടർ എടുത്തിട്ടുള്ളത് കൊണ്ട് ആ 14 mm അവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ഹൈറ്റ് 42 മാത്രം നമ്മൾ സെറ്റ് ചെയ്യുക. ഹൈറ്റ് 42 mm മാർക്ക് ചെയ്ത് ആ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഈ വാളിൻ്റെ മധ്യത്തു കൂടി എന്തോ കടന്നു പോകുന്നുണ്ടൊരു ഹോള് കടന്നു പോകുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഹോള് വരയ്ക്കാനായിട്ട് അതിൻ്റെ സെൻട്രൽ ലൈൻ, ആക്സിസ് ലൈൻ ആദ്യം വരയ്ക്കണം. ഈ 42 mm മധ്യത്തു കൂടി ആക്സിസ് ലൈൻ വരയ്ക്കുക, ചെയിൻ ലൈൻ വരയ്ക്കുക. ദെൻ ഹോള് കാണിക്കാനായിട്ട് ഹോള് 20 ആണ്. അപ്പോൾ 10 mm മുകളിലും 10 mm താഴെയും എടുത്ത് ഡാഷ്ഡ് ലൈനായിട്ട് ആ ഒരു ഹോള് കാണിക്കുക. ഹോളിൻ്റെ ആ ഒരു പെരിഫറൽ എൻഡാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അത്തരത്തിൽ ആ ഹോളിൻ്റെ ഫ്രണ്ട് വ്യൂ അവിടെ ഉണ്ടാകും. ഇനി ആ വെർട്ടിക്കൽ ഹോളുണ്ട്, 2 ചെറിയ ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് ആ പ്ലാനിൽ പോയിട്ട്, ടോപ്പ് വ്യൂവിൽ പോയിട്ട് ആ സർക്കിളിൻ്റെ എൻഡിൽ നിന്ന്, 2 എൻഡിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരയ്ക്കുക. സർക്കിളിൻ്റെ 2 എൻഡിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് എടുക്കുക. അത് ബേസിലൂടെ കടന്നു പോകുന്ന ഭാഗം എന്തായിട്ട് കൊടുക്കുക? ഇൻവിസിബിൾ ആണ്, ഡാഷ്ഡ് ലൈനായിട്ട് അവിടെ കാണിക്കുക. ഇതാണ് ആ ഒരു വെർട്ടിക്കൽ ഹോളിൻ്റെ, ആ ചെറിയ ഹോളിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ആ 2 എൻഡുകൾ നമ്മളവിടെ കാണിക്കും. അതുപോലെ രണ്ടാമത്തെ സർക്കിളിൽ നിന്നും എന്ത് കൊടുക്കുക? 2 എൻഡിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടേഴ്സ് മുകളിലേക്ക് വരയ്ക്കുക. ആ പ്രൊജക്ടേഴ്സ് ബേസിലൂടെ കടന്നു പോകുന്ന അത്രയും ലെങ്തിൽ ഡാഷ്ഡ് ലൈനായിട്ട് ആ ഒരു എഡ്ജ് അവിടെ കാണിക്കുക. ഇപ്പോൾ ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ആണ്. എല്ലാ എഡ്ജസും കാണിച്ചിട്ടുണ്ട്, എല്ലാ ഹോൾസും കാണിച്ചിട്ടുണ്ട്. ഇനി സൈഡ് വ്യൂ വരയ്ക്കാനായിട്ട് ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ പോയിന്റ്സിൽ നിന്നും ഹൊറിസോണ്ടൽ പ്രൊജക്ടേഴ്സ് വരയ്ക്കുക. ഫ്രണ്ട് വ്യൂവിൻ്റെ എല്ലാ പോയിന്റ്സിൽ നിന്നും ഹൊറിസോണ്ടലായിട്ട് പ്രൊജക്ടേഴ്സ് ലെഫ്റ്റിലേക്ക് കൊടുക്കുക. എല്ലാ പോയിന്റ്സിൽ നിന്നും പ്രൊജക്ടർ വരച്ചിട്ടുണ്ട്. ആക്സിസ് ലൈൻ ആണെങ്കിൽ അത് ചെയിൻ ലൈനായിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഇനി റൈറ്റ് സൈഡ് വ്യൂവിൽ എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് ആ ബേസ് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് അവിടെ കാണാം. ദെൻ ആ നടുക്ക് വരുന്ന വാളിൻ്റെ സർഫസ് എനിക്ക് കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴത്തെ പോർഷൻ റെക്റ്റാങ്കിളും അതിന് മുകളിൽ സെമി സർക്കിളാണ് ആ ഒരു ഏരിയ. ദെൻ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് 20 mm ഡയമീറ്ററിൻ്റെ ഒരു ഹോളിൻ്റെ സർക്കിളും കാണാനായിട്ട് പറ്റും. ഇത്രയാണ് റൈറ്റ് സൈഡ് വ്യൂവിലുള്ള വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം ആ ബേസിൻ്റെ ബേസ് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് കാണാനായിട്ട് പറ്റും. 42 mm വിഡ്ത്തും 20 mm ഹൈറ്റും ഉള്ള ഒരു റെക്റ്റാങ്കിൾ ആയിട്ടായിരിക്കും ആ ഒരു ബേസ് സൈഡ് വ്യൂവിൽ വരുന്നത്. അപ്പോൾ അത് വരയ്ക്കുക. 42 mm ആണ് അതിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പോൾ അത് റെക്റ്റാങ്കിൾ ആണ്. ആ റെക്റ്റാങ്കിൾ ആദ്യം വരയ്ക്കുക. 42 mm വിഡ്ത്തുള്ള, ഹൈറ്റ് 20 ആണ്. നമ്മൾ പ്രൊജക്ടേഴ്സ് ഇവിടെ വരച്ചിരിക്കുന്നത് കൊണ്ട് 20 mm ഹൈറ്റ് കൃത്യമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 42 mm വിഡ്ത്ത് മാത്രം സ്കെയിലിൽ കൃത്യമായിട്ട് എടുത്ത് അവിടെ വരയ്ക്കുക. ദെൻ ആ സ്ലോട്ടിൻ്റെ എഡ്ജ് അല്ലേ, അത് ഹിഡൻ ആണ്. അപ്പോൾ ആ ഹിഡൻ എഡ്ജ് അവിടെ കാണിക്കുക. പ്രൊജക്ടർ വരച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഹിഡൻ എഡ്ജ് അവിടെ കാണിക്കാം. ഡോട്ടഡ് ലൈൻ കൊടുക്കുക. ഇനി 3 സർക്കിൾസ് ഇതിനകത്ത് വരുന്നുണ്ട്, 3 സർക്കുലർ ഹോൾസ്. അത് കാണിക്കാനായിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രൽ കൂടി പാസ് ചെയ്യുന്ന ഒരു സെൻട്രൽ ലൈൻ, വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ അടുത്ത് വരയ്ക്കുക. ഇത് കൃത്യം ഇതിൻ്റെ മിഡിലൂടെ ആയിരിക്കണം കടന്നു പോകുന്നത്. ആ ഒരു സെൻട്രൽ ലൈനിലായിരിക്കും നമ്മുടെ 20 mm ഡയമീറ്ററുള്ള ഒരു ഹൊറിസോണ്ടൽ ഹോളും 12 mm ഡയമീറ്ററുള്ള വെർട്ടിക്കൽ ഹോളിൻ്റെ എല്ലാം സൈഡ് വ്യൂ വരുന്നത് ഈ ഒരു ആക്സിസ് ലൈനിലായിരിക്കും. അതിൻ്റെ മിഡ് പോയിന്റ് കൃത്യമായിട്ട് തന്നെ മാർക്ക് ചെയ്യുക.
42 ആണ്. അപ്പോൾ 21 mm ഒരു എൻഡിൽ നിന്ന് എടുത്തിട്ട് എന്ത് വരയ്ക്കുക, ആ ഒരു സെൻട്രൽ ലൈൻ, വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ വരയ്ക്കുക. സോ വെർട്ടിക്കൽ സെൻട്രൽ ലൈൻ വരച്ചു. ഇനി ഞാൻ ഫസ്റ്റ് ആ ഒരു വെർട്ടിക്കൽ ഹോൾ, ആ ചെറിയ ഹോളിൻ്റെ സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നത്. അത് 12 mm ആണ്. സോ 6 mm ലെഫ്റ്റിലേക്കും 6 mm റൈറ്റിലേക്കും മാർക്ക് ചെയ്യുക. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു ഹോളാണ് വരയ്ക്കുന്നത്. അപ്പോൾ സെൻട്രലിൽ നിന്ന് 6 mm ലെഫ്റ്റിലേക്കും 6 mm റൈറ്റിലേക്കും. ഓക്കെ, ശ്രദ്ധിക്കുക, അത് കംപ്ലീറ്റ് ആയിട്ട് താഴെ വരെ പോകത്തില്ല, കാരണം നമ്മുടെ ബേസിൻ്റെ അപ്പർ ഏരിയയിൽ മാത്രമാണ് ആ ഹോൾ വരുന്നത്. സോ ഇത്തരത്തിലായിരിക്കും ആ ഒരു എഡ്ജ് വരുന്നത്. ടോപ്പിൽ മാത്രമാണ് ആ എഡ്ജ് നിൽക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ദെൻ അടുത്ത സൈഡ് വ്യൂവിൽ ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്നത് വോളാണ്. അപ്പോൾ വോളിനെ 2 ഏരിയ ആയിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. താഴെ ഒരു റെക്റ്റാങ്കുലർ ഏരിയയും അതിന് മുകളിൽ ഒരു സെമി സർക്കിളും. ഓക്കെ, അപ്പോൾ താഴത്തത് അതൊരു റെക്റ്റാങ്കിൾ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഞാൻ ആ റെക്റ്റാങ്കിൾ ആണ് ആദ്യം സൈഡ് വ്യൂവിൽ വരയ്ക്കുന്നത്. ഈ ബേസിന് മുകളിലായി ആദ്യം ആ ഒരു റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാം. ഹൈറ്റ് 21 mm. അത് ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിസ് ലൈനിൽ, ഹൊറിസോണ്ടൽ ഹോളിൻ്റെ ഒരു ആക്സിസ് ലൈനിലായിരിക്കും ആ ഹൈറ്റ് വന്ന് നിൽക്കുന്നത്. സോ റെക്റ്റാങ്കിൾ വരച്ചു. ഇതിന് മുകളിൽ ഒരു സെമി സർക്കുലർ ഏരിയ, രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ്. അപ്പോൾ സെൻറ്റർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു, 2 ആക്സിസ് ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന സെൻറ്റർ ലൈൻ, അത് സെൻറ്റർ ആക്കിക്കൊണ്ട് 21 mm റേഡിയസ് ഉള്ള സെമി സർക്കിൾ വരയ്ക്കുക. അപ്പം ഞാനിവിടെ അതൊരു ഫുൾ സർക്കിളായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ സെമി സർക്കിൾ വരയ്ക്കുക, 21 mm റേഡിയസ് എടുത്തിട്ട് ഒരു സെമി സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എഡ്ജസ് എല്ലാം ഇറേസ് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് ആവശ്യമുള്ള എഡ്ജസ് മാത്രം അവിടെ കാണിച്ചാൽ മതി, ബാക്കി എഡ്ജസൊക്കെ ഇറേസ് ചെയ്ത് മാറ്റുക. ഇനി ഒരു സെമി സർക്കിളിൻ്റെ താഴത്തെ ആ ഒരു എഡ്ജ് അത് നമുക്ക് ആവശ്യമില്ല, അങ്ങനെ ഒരു എഡ്ജ് അവിടെ ഇല്ല, മറിച്ച് അവിടെ ഒരു ഹോളാണ് വരുന്നത്, ഒരു സർക്കിളാണ് വരേണ്ടത്. അപ്പോൾ ആ എഡ്ജ് ഇറേസ് ചെയ്ത് മാറ്റുക. ദെൻ ആ സെൻറ്റർ അവിടെ ഉണ്ടാകണം. ആ സെൻറ്ററിൽ കൂടിയാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്, ആ ഒരു ഹോള് വരയ്ക്കേണ്ടത്. 20 mm ആണ് ഡയമീറ്റർ. അപ്പോൾ 10 mm റേഡിയസിൽ എന്ത് വരയ്ക്കുക, ഒരു സർക്കിൾ അവിടെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ സർക്കിൾ വരച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ റൈറ്റ് സൈഡ് വ്യൂവിലെ എല്ലാ എഡ്ജസും എല്ലാ ഹോൾസും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റൈറ്റ് സൈഡ് വ്യൂവിൽ കാണിച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡ് വ്യൂ കംപ്ലീറ്റ് ആണ്. വെർട്ടിക്കൽ ഹോളായി, ഹൊറിസോണ്ടൽ ഹോളായി, സെമി സർക്കുലർ ടോപ്പായി, കംപ്ലീറ്റ് ആയിട്ടുണ്ട് റൈറ്റ് സൈഡ് വ്യൂ. ഇനി എല്ലാ സ്കെച്ചിലും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡയമെൻഷൻസ് എല്ലാം കൃത്യമായിട്ട് ഡയമെൻഷൻസ് കൊടുക്കുക. നമ്മുടെ ആസ് പെർ സ്റ്റാൻഡേർഡിൽ ഡയമെൻഷൻസ് കൊടുക്കുക. ദെൻ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ, ഈ മൂന്നും അവിടെ പ്രിൻ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സ്കെച്ച് വരയ്ക്കുന്നതോടൊപ്പം തന്നെ ഇത് പ്രിൻ്റ് ചെയ്ത് അവിടെ കാണിക്കണം. സോ ഡയമെൻഷനിങ് ചെയ്യുക, ദെൻ ഈ ടൈറ്റിൽസ് അവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കുക. താങ്ക് യു.